My home, building dreams. Powered by നോർത്ത് ബ്രൂക്ക് വില്ലാസ്, തോപ്പിൽക്കടവ്, കൊല്ലം. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ അതിൻ്റെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഡിസൈൻ, അതിൻ്റെ സ്ട്രെങ്ത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അത് ബാധിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു വീട് പണിയുമ്പോൾ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആക്കാം എന്ന് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ലീഡിംഗ് ആർക്കിടെക്റ്റും അർബൻ ഡിസൈനറും കൂടിയായ മിസ്റ്റർ KP തോംസൺ സാർ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമസ്കാരം സാർ. ഇപ്പോൾ എല്ലാവരും കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് നോക്കുന്നത് എത്രത്തോളം ചെലവ് ചുരുക്കി കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നാണ്. എങ്ങനെ നമുക്കൊരു കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ എത്രത്തോളം നമുക്ക് ചെലവ് ചുരുക്കാൻ പറ്റും? ഏതൊക്കെ കാര്യങ്ങൾ? ചെലവ് ചുരുക്കൽ എന്ന് പറയുന്നത് പല ഘട്ടത്തിൽ നടക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്, ദാറ്റ് ഈസ് ക്ലയൻറ്റ് എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഏറ്റവും ചുരുങ്ങിയ കോസ്റ്റിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ഡിസൈനിൽ കൂടെ. അതാണ് ആ ആർക്കിടെക്റ്റിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ ശരിക്കുള്ള തുടക്കം സ്പേസ് ഡിസൈനിലാണ്, ദാറ്റ് ഈസ് ആ പ്ലാനിങ്ങിലാണ്. നമ്മൾ എങ്ങനെയാണ് ആ ബിൽഡിങ്ങിൻ്റെ ഏരിയാസ്, സ്പേസുകൾ ഡിസൈൻ ചെയ്യുന്നു, അതിലാണ് ആദ്യത്തെ പാർട്ട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിൽ വരുന്നത്. കോസ്റ്റ് റിഡക്ഷൻ നമ്മൾ ഈ സ്പേസ് ഡിസൈനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തത് ഏതിലാണെന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. ഈ ബിൽഡിങ്ങിന് രണ്ട് പാർട്ടുണ്ട് ശരിക്കും മെയിനായിട്ട്. ഒന്ന് സ്ട്രക്ചർ, ദാറ്റ് ഈസ് തേപ്പ് വരെയുള്ള ഭാഗം. പിന്നെ അടുത്തതാണ് ഫിനിഷിങ്. ഈ സ്ട്രക്ചറൽ കോസ്റ്റുകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചാലഞ്ച്. എങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്? ഫൗണ്ടേഷൻ തന്നെ ഒരു വലിയൊരു കോസ്റ്റ് വരും കൺസ്ട്രക്ഷൻ. പൈലിംഗ് ചെയ്ത് സൊല്യൂഷൻ ചെയ്യുന്ന ഓരോ രീതികളുണ്ട്. പക്ഷേ ശരിക്കും അത് കറക്റ്റായിട്ട് സയൻറ്റിഫിക് അല്ല. അത് ശരിക്കും ഇങ്ങനെ കേൾവി വെച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചെറിയ ടെക്നിക്കൽ നോളജ് വെച്ചോ പറയുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഓരോ ബിൽഡിങ്ങിനും അതാത് സ്ഥലത്തെ ഫൗണ്ടേഷൻ റിക്വയർമെൻറ്റ് നമ്മൾ സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട സോയിൽ ടെസ്റ്റ് ചെയ്ത് വേണം ഡിസൈൻ ചെയ്യാൻ. എൻ്റെ ഒരു അറിവനുസരിച്ച് നമ്മളുടെ ഇവിടെ പൈലിംഗ് ചെയ്ത പല ബിൽഡിങ്സും ചരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സിങ്ക് ചെയ്തിട്ടുണ്ട്, താന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൈലിംഗ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നതിൽ വരുന്ന തെറ്റുകളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേ ബിൽഡിങ്സ് തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിൻ്റെ 4/1 കോസ്റ്റിൽ ഫൗണ്ടേഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലെ അത് സ്റ്റഡി ചെയ്യണം. ഈ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോലും കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഏറ്റവും ഇക്കണോമിക്കായിട്ടുള്ള ഡിസൈൻ ചെയ്താൽ തന്നെ നമ്മൾ ചിലവ് ചുരുക്കേണ്ട ഒരു വലിയൊരു ഭാഗം നമ്മൾ ആദ്യമേ ഡിസൈനിൽ തന്നെ നമ്മൾ ലാഭമായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്. ഇപ്പം എല്ലാ മെറ്റീരിയൽസ്, ഇങ്ങനത്തെ ഈ സ്ട്രക്ചറിൻ്റെ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷാമം വരും. ഓരോ ഘട്ടത്തിലും നമ്മൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് നേരത്തെ തന്നെ കണ്ടുവയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ബ്രേക്ക് ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ്സ്, ഇപ്പോൾ മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ വരെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷനിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ എന്തൊക്കെ വന്നാലും വർക്ക് ബ്രേക്ക് ഇല്ലാതെ നടക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പം ഇനീഷ്യലി തന്നെ ആ പ്ലാനിങ് ഓഫ് സ്പേസ് പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം ഏറ്റവും കെയർഫുൾ ആണെങ്കിൽ നമ്മൾ 2000 സ്ക്വയർ ഫീറ്റ് വേണമെന്ന് വിചാരിച്ചാൽ ആ 1500 സ്ക്വയർ ഫീറ്റ് വെച്ച് ആ കാര്യങ്ങൾ മുഴുവൻ നടക്കും. ഇതെല്ലാം പറയുമ്പോൾ സാധാരണ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോസ്റ്റ് ചുരുക്കി വരുമ്പോഴത്തേക്കും നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ എടുപ്പ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഭംഗി എങ്ങനെ പോകും, എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കോസ്റ്റും ബിൽഡിങ്ങിൻ്റെ ഭംഗിയായിട്ട് ശരിക്കൊരു ഡയറക്റ്റ് റിലേഷൻ ഇല്ല. പക്ഷേ എളുപ്പവിദ്യ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാശ് മുടക്കി എന്തെങ്കിലുമൊക്കെ വില പിടിപ്പുള്ള സാധനങ്ങൾ പിടിപ്പിച്ച് ഒരു മോടി പിടിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് രണ്ട് രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ആ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ആവശ്യമില്ലാത്ത ചിലവാണെന്ന്. രണ്ടാമത്തത്, അത് ശരിക്കും ഒരു ഭംഗി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്ന ഓരോ ഭംഗിയുടെ ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈൻ മികവ് കൊണ്ട് വേണം ഈ ഭംഗി വരുത്താൻ, അല്ലെങ്കിൽ ചിലവ് കൂട്ടിയല്ല ഭംഗി വരുത്തേണ്ടത്.
ഈ എസ്തെറ്റിക്സ് എന്ന് പറയുന്നൊരു കാര്യം എപ്പോഴും നമുക്ക് എല്ലാവർക്കും വറിയാണ്. കോസ്റ്റ് കുറച്ചാൽ അത് പുറത്ത് കാണുമ്പോൾ ആൾക്കാർ എന്ത് പറയും, കോസ്റ്റ് കുറച്ചാൽ ഒരു പ്രശ്നവുമില്ല, പ്രൊവൈഡഡ് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത് നമ്മളുടെ ഡിസൈനിലെ മികവിന് കുറവ് വരരുത്. ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാവുന്നതാണ്. ഒരു നല്ല വീട് പണിയാൻ സ്ഥലത്തിന്റെ പരിമിതി ഒരു പ്രശ്നമല്ല എന്ന് ഇന്നത്തെ മൈ ഹോമിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഒരു വീട് പണിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ വിശേഷങ്ങളുമായി മൈ ഹോം അടുത്ത ആഴ്ച. My home, building dreams. Powered by നോർത്ത് ബ്രൂക്ക് വില്ലാസ്, തോപ്പിൽ കടവ്, കൊല്ലം. in association with ചുങ്ക ജ്വല്ലറി, കൊല്ലം, കരുനാഗപ്പള്ളി, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. ചേരൂ ഈസ്റ്റേൺ ആനന്ദ ശ്രേണിയിൽ. ജോയിന്റ് ഫ്രീ, സന്ധിവേദനയിൽ നിന്നും ആശ്വാസം. മനാറ കെയർ ജോയിന്റ് ഫ്രീ.